ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കുകയാണ്. ശ്രീ തിരുവഞ്ചൂർ, പല സമയത്തും VS ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളെ അദ്ദേഹത്തിന്റെ കുറിക്ക് കൊള്ളുന്ന പ്രയോഗങ്ങളിലൂടെ. പക്ഷേ തിരുവഞ്ചൂർ, താങ്കളുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? എനിക്ക് അദ്ദേഹവുമായിട്ട് നല്ല ഊഷ്മളമായ ബന്ധമായിരുന്നു. ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ എപ്പോഴും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്യുമായിരുന്നു. ഞാനിപ്പോൾ പെട്ടെന്ന് ഓർക്കുന്ന ഒരു സംഭവം, 2004 ഞാൻ ജലവിഭവ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് മുല്ലപ്പെരിയാർ ഡാമിൽ അമിതമായി വെള്ളം ഉയരുന്നു, അതുകൊണ്ട് നടപടി ഗവൺമെന്റ് എടുത്തേ മതിയാകൂ എന്ന് അദ്ദേഹം നിയമസഭയിൽ ശക്തമായി വാദിച്ചു. ഞാനപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് തയ്യാറാകുന്നവരിൽ ഞാനും വരാം, നമുക്ക് ആ സ്ഥലം സന്ദർശിക്കുന്നതിന് പോകാം. അദ്ദേഹം സമയം വരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാനും നേരെ തേക്കടിയിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ചൊരു ബോട്ടില് മുല്ലപ്പെരിയാർ കാണുന്നതിന് പോയി. മുല്ലപ്പെരിയാറിന്റെ ബേബി ഡാം കണ്ടു. അതിനുശേഷം എല്ലാം പരിശോധിച്ചു. അതിന്റെ സീപ്പേജുകൾ അദ്ദേഹം തന്നെ കൈകൊണ്ട് എന്താണ് എന്നുള്ളത് പരിശോധിച്ചു. അതിനുശേഷം ഞങ്ങൾ മടങ്ങി വന്നതിന് ശേഷം ഉദ്യോഗസ്ഥന്മാരുമായി ഇരുന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരുടെ വിശദീകരണം അദ്ദേഹത്തിന് വളരെ കൺവിൻസ്ഡായി എനിക്ക് തോന്നി. അതിനുശേഷം മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇന്നലെ പറഞ്ഞതുപോലെ അങ്ങയുടെ നിലപാടെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ പഹയൻ എന്തൊക്കെയോ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി ഒരു പ്രശ്നത്തെ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി അവസാനത്തെ നിമിഷം വരെ നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആദർശനിഷ്ഠയുള്ള ഒരു വ്യക്തിയായിട്ടാണ്. വ്യക്തിബന്ധത്തെക്കാൾ അപ്പുറത്ത് നിലപാടുകൾക്കാണ് അദ്ദേഹം ഏറ്റവും വലിയ പിന്തുണ കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് ലോകം എന്നും അദ്ദേഹത്തെ മാനിക്കുന്നത് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. ഇന്ത്യയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആളാണ്. അന്ന് CPM രണ്ടായി പിരിഞ്ഞപ്പോ അന്ന് വോക്കൌട്ട് ചെയ്തു പോന്ന 3 പ്രമുഖന്മാരിൽ ഏകയാളിന് ജീവിച്ചിരിക്കുന്നത് ശ്രീ VS അച്യുതാനന്ദനാണ്. അദ്ദേഹത്തിന്റെ നിലപാട് ഇന്നും കറക്റ്റാണ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വെക്കുകയാണ്. ശ്രീ അച്യുതാനന്ദനെ ഒരിക്കലും പ്രതിപക്ഷ ചിന്തകളുടെ ഒരു മനുഷ്യനും എതിർക്കില്ല, അദ്ദേഹത്തെ മറക്കില്ല, അദ്ദേഹത്തെ കേരളത്തിന് ഒരിക്കലും മറക്കാനും കഴിയില്ല. ഒട്ടനവധി അനുഭവങ്ങളാണ് അതിന് പിൻബലമായി നിൽക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ നിറഞ്ഞ ഹൃദയത്തോടു കൂടിയുള്ള അനുശോചനം രേഖപ്പെടുത്തുകയാണ്.